ഹലോ കുട്ടീസ്, രാവിലെ മീൻ കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മീൻ വാങ്ങിക്കാനായിട്ട് പോയാലോ. ഇവിടെ ജംഗ്ഷനിൽ തന്നെ മീൻ മുക്കോത്തി കൊണ്ടുപോയി ചിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നല്ല മീൻ വാങ്ങിച്ചുകൊണ്ട് വരാം. ദേ അവിടെ കണ്ടില്ലേ, അതാണ് കേട്ടോ മുക്കോത്തിയിലെ കട. നല്ല ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. പിന്നെ അവിടെ ചീരയും പയറും മുളകും തൈരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. ആ കൂട്ടത്തിൽ എന്തൊക്കെയാണ് വാങ്ങിച്ചെന്ന് കാണാം. ഞാൻ ഒരു പിടി ചീര വാങ്ങിച്ചു, പയർ വാങ്ങിച്ചില്ല. പിന്നെ തൈര് വാങ്ങിച്ചു കേട്ടോ. മോരുകറി വെച്ചാൽ അടിപൊളിയായിരിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് മോരുകറിക്ക് വേണ്ടിയിട്ട് തൈര് വാങ്ങിച്ചു. പിന്നെ ഉണ്ടമുളകില്ലേ, നല്ല എരിയും മണമൊക്കെ ഉള്ള മുളക്. ഇവിടെ അങ്ങനെ കേട്ടോ പറയുന്നത്, ഉണ്ടമുളകെന്ന് അല്ലെങ്കിൽ എരിമുളകെന്നും പറയും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെന്താ, നമ്മുടെ ചീര ഞാൻ അരിഞ്ഞു തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിപ്പോൾ എനിക്ക് മാത്രമുള്ളതാണ്, ഞാൻ മാത്രമേ ഇവിടെ ചീരത്തോരൻ കൂട്ടാറുള്ളൂ. ഏട്ടൻ കഴിക്കാറില്ല കേട്ടോ. പിന്നെ മോളാര്യം പറയണ്ട, ഇതുപോലത്തെ സാധനങ്ങളൊന്നും അവൾ കഴിക്കാറില്ല. ഞാൻ ചീരത്തോരനിൽ സവാള ഇടാറില്ല കേട്ടോ. എന്നാൽ ചിലർ സവാള ഇട്ട് ചീരത്തോരൻ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. തോരത്തിൻ്റെ അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ അരപ്പ് ആ തോരനിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് തോത്തിയെടുക്കാമെന്നൊക്കെ ഇവിടെ പറയും കേട്ടോ, തിരുവനന്തപുരം ഭാഗത്തൊക്കെ. നിങ്ങളവിടെ എന്താണ് പറയുന്നത് എനിക്കറിയില്ല. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത മീൻകറിയുടെ പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. മീൻ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മീൻകറിയിലാണെങ്കിലും മോരുകറിയിലാണെങ്കിലും ചമ്മന്തിയിലാണെങ്കിലും ഇല്ല, നമ്മുടെ ഈ എരിമുളക് ചേർക്കുമ്പോൾ ആ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ കേട്ടോ. ഒരു പ്രത്യേക മണം, ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല സ്വാദായിരിക്കും. ഞാൻ കുറച്ച് എരിമുളകും തക്കാളിയും കൂടെ മീൻകറിയിലോട്ട് അരിഞ്ഞിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് 2-3 പീസ് മീൻ ഞാൻ വറുക്കാനായിട്ട് പുരട്ടി മാറ്റി വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മോരുകറിയുടെ പരിപാടിയിലോട്ട് കിടക്കാണ് കേട്ടോ. തേങ്ങ, ജീരകം, പച്ചമുളക്, ഞാൻ എരിമുളകായിട്ട എല്ലാം കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ച് തൈരും കൂടെ ചേർത്ത് കടുവറുത്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 1-1.5 മണിയായിട്ടോ. വയറ് കിടന്ന് വിശന്ന് വയറിടന്ന് തള്ളാക്കി വിളിക്കുന്ന പരിവായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ ഇതെല്ലാം ആയ പാടേനെ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് എടുത്തു. ചോറും തോരനും മീൻകറിയും മീൻ പൊരിച്ചതും എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു.